ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാരിയിൽ ചെയ്യുന്ന ഒരു ഫാബ്രിക് പെയിൻറ്റിങ്, അക്രിലിക് ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. ആക്രിലിക്കിൻ്റെ ആണത്. നോർമലി ഇത് 6 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. ഇത് 12 കളേഴ്സിൻ്റെയും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉപയോഗിക്കുന്നത് പോയിന്റഡ് ബ്രഷാണ്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വയ്ക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ 3D ഔട്ട്ലൈനർ കൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പോയിന്റഡ് ബ്രഷ് ഉപയോഗിച്ച് ഗ്രീൻ കളർ കൊണ്ടാണ് ഞാൻ പെയിൻറ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഫാബ്രിക് പെയിൻറ്റിങ് ഡ്രസ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പോകുമോ എന്നൊക്കെ. ഇത് ആക്രിലിക് ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്താൽ അങ്ങനെ പെട്ടെന്നൊന്നും ഇളകിപ്പോരില്ല. അത് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം 24 മണിക്കൂർ ഇരുത്തി ഉണക്കിയതിന് ശേഷം പിറ്റേ ദിവസം അതെടുത്ത് നന്നായി അയണിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വാഷ് ചെയ്യാൻ പാടുകയുള്ളൂ. അല്ലാതെ നമ്മൾ പെയിൻറ് ചെയ്തതിന് ശേഷം ഓടിപ്പോയി അത് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ പോയി വാഷ് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അത് ഉണങ്ങാനായി നന്നായി സെറ്റാവാനായി 24 മണിക്കൂർ വെക്കുക തന്നെ വേണം. അതിനുശേഷം മാത്രമാണ് വെള്ളത്തിൻ്റെ ഒരു അംശം തട്ടാൻ പാടുകയുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നന്നായിട്ട് അയൺ ചെയ്ത് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് അയൺ ചെയ്ത് ഡ്രസ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് അയൺ ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ വാഷ് ചെയ്യുമ്പോൾ അതൊന്നും ഇളകിപ്പോരുകയില്ല. അപ്പോൾ ഈ പോയിന്റഡ് ബ്രഷ് ഉപയോഗിച്ച് ഗ്രീൻ കളർ പെയിൻറ്റിംഗ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപയോഗിച്ച് നല്ല ഭംഗിയിൽ ആദ്യം തന്നെ ഔട്ട്ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മെല്ലെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കിന് നമുക്ക് കിട്ടും. എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് മാത്രമല്ല, ഇങ്ങനെ ഫാബ്രിക് ഉപയോഗിച്ചും ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചും നമുക്ക് ഡ്രസ്സിന് ഡിസൈൻ കൊടുക്കാം. ഞാനിതൊരു പാർട്ടി വെയർ സാരിയിലാണ് ഈ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ചെയ്തതിന് ശേഷം ഇതിന് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഔട്ട്ലൈനിൽ വേണമെങ്കിൽ നമുക്ക് 3D ഔട്ട്ലൈനർ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഗ്ലേസിംഗ് ആയിട്ട് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഉണങ്ങുന്നതിന് മുമ്പ് എടുത്ത് മറിച്ചിടാനോ അല്ലെങ്കിൽ കൈ കൊണ്ട് പരത്താനോ പാടില്ല.
നല്ല ക്ഷമയോടുകൂടി വെക്കാൻ മറക്കരുത്. ഇങ്ങനെ വെറും പ്ലെയിൻ പാട്ടായിരുന്ന എൻ്റെ സാരിയിൽ ഞാൻ ഇങ്ങനെ പല്ലുപാട്ടിൽ ഇങ്ങനെ ഫാബ്രിക് പെയിൻറ്റിങ് കൊടുത്ത് ഒരു അടിപൊളി ഡിസൈൻ വരച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.